കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാണം ഒരിക്കലതാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റൂമിൽ ബെഡിലിരിക്കുകയാണ്. അവിടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വസ്ത്രം ചിലത് ആ ബെഡ്മേലുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടക്കുന്ന റൂമായിരിക്കുമല്ലോ. അതുള്ള സമയത്ത് തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരവിടെ വിളിച്ചിരുത്തി സംസാരിച്ച് സിദ്ദീഖ് നിങ്ങൾ പോയി. അല്പം കഴിഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നു, ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നു. അവരെയും അവിടെ ഇരുത്തി സംസാരിച്ചു. ഉമർ ഖത്താബ് തങ്ങളും പോയി. കുറച്ചു കഴിഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്ന് പ്രവേശനാനുമതി തേടിയപ്പോൾ അള്ളാന്റെ ഹബീബ് ചാടി എഴുന്നേറ്റ് ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, അജ്മിഇ അലൈകി സിയാബകി, ആയിഷ നിന്റെ ഈ വസ്ത്രമൊക്കെ ഒന്ന് എടുത്തുകൊണ്ടുപോ. അത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല നബിയേ, ലം അറ ഫസഅത ലി അബീ ബക്കറിൻ വ ഉമറ കമാ ഫസഅത ലി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ തങ്ങൾ വരുമ്പം നിങ്ങൾ ഈ കാണിച്ച പേടിയും വെപ്രാളവും ഈ നാണവൊന്നും നേരത്തെ എന്റെ പിതാവ് സിദ്ദീഖ് തങ്ങൾ വന്നപ്പോഴും ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നപ്പോഴും നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ ഒരു വസ്ത്രം എടുത്തുവെക്കാൻ വേണ്ടി പറയുന്നത്? അപ്പം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഉസ്മാന റജുലുൻ ഹയ്യുൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ നാണമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം റൂമിലേക്ക് കടന്നു വരുമ്പോ നിന്റെ വസ്ത്രം ഇവിടെ കണ്ടാൽ അദ്ദേഹം പറയാനുള്ള വിഷയം പറയാതെ കടന്നു കളയുമോ എന്ന് പേടിച്ചതുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ നാണത്തെ മാനിച്ചാണ് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പെരുമാറിയതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാണമുള്ളവരോട് മറ്റുള്ളവരും ആ രീതിയിലേ പെരുമാറുകയുള്ളൂ. അതുകൊണ്ട് അതൊരു മുന്തിയ സൽസ്വഭാവമാണ്. വേറൊരിക്കൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അവിടത്തെ റൂമിലിരിക്കുന്നു. അവിടത്തെ കണങ്കാല് പുറത്ത് കാണുന്നുണ്ട്, മുട്ടിന്റെ തായോട്ടുള്ള ഭാഗം. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും കാണിക്കലില്ല. ആളുകളുടെ മുമ്പിൽ വളരെ മാന്യമായിട്ടാണ് ഇരിക്കുക. ആ നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഇരുന്ന് അവരോട് സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നു. അപ്പോഴും അങ്ങനെ തന്നെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ മുത്തുനബി ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് വസ്ത്രമൊക്കെ താഴ്ത്തിയിട്ട് നേരെ ഇരിക്കുകയാണ്. ഈ വെപ്രാളം കണ്ട് പിന്നെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, എന്താ നിങ്ങൾ സിദ്ദീഖ് തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും കണ്ടപ്പോ അങ്ങനെ വസ്ത്രം നേരെയാക്കാതെ നിന്ന് ഉസ്മാൻ തങ്ങളെ കണ്ടപ്പോ മാത്രം എന്താ ഇങ്ങനെ ഒരു വെപ്രാളം? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുന്നു, അലാ അസ്തഹി മിൻ റജുലി തസ്തഹി മിൻഹു മലായികത്തുർ റഹ്മാൻ. അല്ലാഹുവിന്റെ മാലാകമാര് പോലും ലജ്ജിക്കുന്ന നാണിക്കുന്ന ഒരു മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. അവരെ മുമ്പിൽ ഞാൻ നാണിക്കേണ്ടവനല്ലേ? എനിക്ക് നാണിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഉസ്മാൻ തങ്ങൾ വന്നപ്പോ അത് നേരെയാക്കിയത്. ഇങ്ങനെയുള്ള വലിയ സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജാഹിലിയ കാലത്ത് പോലും കുളിക്കുന്ന സമയത്ത് ഔറത്ത് വെളിവാക്കാറില്ല. ആരുമില്ലാതെ ഒറ്റക്ക് ബാത്റൂം ഒന്ന് കുളിക്കുമ്പോ എങ്ങനെ കുളിക്കേണ്ടത് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചർച്ചയുണ്ട്. അവിടെ പണ്ഡിതന്മാര് പറയുന്നത് ഔറത്ത് മറച്ചു തന്നെയാവണം കുളിക്കേണ്ടത്. ആരും കാണുന്നില്ലല്ലോ എന്ന ചോദ്യമുണ്ടാകും. അതിനവർ പറഞ്ഞ മറുപടി, ലിഅന്നല്ലാഹ അഹഖു അൻ യുസ്തഹിയാ ബിഹി. നമ്മൾ നാണിക്കാൻ ഏറ്റവും അർഹനാരാ? അല്ലാഹുവാണ്. വേറെ ആരും കാണുന്നില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നാണം മറക്കുക